ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്ലീനപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ടീസ്പൂൺ അരി പൗഡർ. ഇത് നമ്മൾ ദോശയ്ക്ക് അരച്ച മാവ്, വലിയ പുളിയില്ലാത്തതും മാവ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നു. അതിനുശേഷം വലിയ പുളിയില്ലാത്ത തൈര്, പിന്നെ 1 ടീസ്പൂൺ വാനില ഐസ്ക്രീം. ഇതിനകത്തുള്ള ഷുഗറും ക്രീമും നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കറി ഇല്ലാത്ത കോഫി പൗഡർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്നിവിടെ ഒരു ക്ലീനപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലീനപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്ലീനപ്പ് ചെയ്യുന്ന ഫേസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ക്ലീനപ്പ് ചെയ്യാൻ ഒരു 2-3 ഡ്രോപ്സ് റോസ് വാട്ടറാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് റോസ് വാട്ടർ ഞാൻ കോട്ടണിലോട്ട് ഒഴിക്കുന്നു. അതിന് ശേഷം നല്ലതായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ഫേസിലുള്ള അഴുക്കും ഡസ്റ്റ് ഓയില് എല്ലാം നമുക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ക്ലീനപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് സ്കിന്നിലുള്ള എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോട്ടൺ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിന് മുഖത്തുള്ള ഡസ്റ്റ് എല്ലാം ഉണ്ട്. ഇനി ഒരു ടൈമും കൂടെ കോട്ടൺ തിരിച്ച് വെച്ച് ഒന്നും കൂടെ നമുക്ക് തുടച്ചു മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മൾ മുഖം നല്ല ക്ലീനാക്കി. നമ്മൾ ഫസ്റ്റ് മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിനി ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പം അതിന് ആവശ്യമായിട്ട് നമുക്ക് നല്ല ഉണങ്ങിയ ഒരു ബൗൾ എടുക്കണം. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നല്ല അരി പൗഡർ, പച്ചരി പൊടിച്ച പൗഡർ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ. ഒരുപാട് കോഫി പൗഡറിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വലിയ പുളിയില്ലാത്ത ദോശമാവ്, ഉപ്പ് ചേർക്കാത്ത ദോശമാവാണ് നമുക്കിവിടെ ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇത് ഡീപ്പായിട്ട് സ്കിൻ ക്ലീൻ ചെയ്യുന്നു. ഇതേ രൂപത്തിൽ ഇത്ര ലൂസിലുള്ള അരിപ്പൗഡർ, അരിമാവ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ തന്നെ ഇതേപോലെ ദോശമാവ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്ത് നമ്മൾ കയ്യിൽ ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല ക്ലീൻ ആവും. അപ്പോൾ നമുക്ക് ഒരു 2 ടീസ്പൂൺ ദോശമാവ് ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ തൈരും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. വലിയ പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഇതുപോലെ പാക്ക് തയ്യാറാക്കാൻ എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പൗഡറുകൾ എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില ഐസ്ക്രീമും കൂടെ നമുക്ക് ഈ പാക്കിലോട്ട് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും കളർ കിട്ടാനും നമുക്ക് ഈ ഐസ്ക്രീം നല്ലതാണ്. ഇതിനകത്തുള്ള ഷുഗർ, ക്രീം എല്ലാം നമ്മുടെ സ്കിന്ന്
ഒരു സ്കിൻ ഫുഡാണ്. ഇതിനി നമുക്ക് നല്ലതായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അലോവേറ ജെല്ല്, ഒരുപാട് ജെല്ലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ പാക്കിലും ജെല്ലിൻ്റെ ആവശ്യമില്ല. നമുക്കിത് മുഖത്ത് ഒരു 2 മിനിറ്റ് ഒരു ലൈറ്റ് മസാജ് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ കയ്യെ ഒരു സ്വല്പം അലോവേറ ജെല്ലെടുക്കുന്നു. മൈൽഡായിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാവുന്നതാണ്. ഈ അലോവേറ ജെല്ല് വെച്ച് നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആകുകയും നമ്മൾ ഇടുന്ന പാക്ക് സ്കിന്നിൽ അബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. ഫസ്റ്റിൽ നമ്മൾ ഇതേപോലെ ഒരു ലൈറ്റ് മസാജ് കൊടുക്കണം. നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് ചെയ്യുന്ന പോലെ തന്നെ കഴുത്തേലും അതേപോലെ ചെവിയിലും നമ്മൾ മസാജ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ മുഖം വെളുത്തിരിക്കും, കഴുത്തും ചെവിയും ഒക്കെ ടാൻ വന്ന് കളറും ആയിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ലൈറ്റ് മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൽ ഒരു രക്തയോട്ടം കിട്ടുകയും സ്കിൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് തുടച്ച് മാറ്റാം. നമ്മളിപ്പോൾ മസാജ് ചെയ്ത ജെല്ല് സ്കിന്നിൽ പോയതിന് ശേഷം ഉള്ളത് നമുക്ക് നല്ലതായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ പാക്ക് ഇടാവൂ. ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലൊരു ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ എന്നും നല്ല വൃത്തിയായിട്ട് ടാനൊന്നുമില്ലാതെ സ്കിൻ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്ക് കട്ടിയായെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നല്ലതായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സ്പൂൺ മാറ്റിയിട്ട് ഒരു ബ്രഷ് വെച്ച് വീണ്ടും ഒന്നും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റും നമ്മൾ കട്ടിക്ക് ഈ പാക്ക് ഇടാൻ പാടില്ല. കണ്ണിന് ചുറ്റും സെൻസിറ്റീവ് സ്കിൻ ആയതിനാൽ കുഞ്ഞു കുഞ്ഞു വെയിൻസ് ഉണ്ട്. ഈ വെയിൻസ് ഈ പാക്ക് ടൈറ്റ് ആവുമ്പോൾ ഡാമേജ് വരാൻ കാരണമാകും. അതിനാൽ നമുക്ക് കണ്ണിൻ്റെ സൈഡ് ഈ പാക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇതൊരു സ്കിൻ ടൈറ്റനിങ്ങും പാക്കും കൂടി ആയതുകൊണ്ട് നമുക്ക് സാഗിങ് ഒക്കെ ഉള്ളവർക്ക് ഈ പാക്ക് നല്ലൊരു ഉപയോഗം കിട്ടുന്നതാണ്. ഇതേപോലെ നല്ല കട്ടിക്ക് ഒരു കോട്ടിങ് നമ്മൾ ഫേസിൽ ഇട്ടതിന് ശേഷം മുടിയൊക്കെ നമുക്ക് ഒരു ബാൻഡ് വെച്ച് മറച്ചതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് ഈ പാക്ക് ഇതേപോലെ സ്കിന്നിൽ കിടക്കണം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിനി അത് വാഷ് ചെയ്തിട്ട് സ്കിൻ എന്തുമാത്രം ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് നമ്മൾ ഈ പാക്ക് ഇട്ടു വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഒന്ന് ലൈറ്റ് മസാജ് കൊടുത്ത് വാഷ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക്
ഡയറക്റ്റ് മസാജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒന്നുകിൽ ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ പച്ചപ്പാൽ അല്ലെങ്കിൽ വെള്ളം ഏതെങ്കിലും വെച്ച് നമ്മളൊന്ന് പാക്ക് നനച്ചതിന് ശേഷം മാത്രമേ മസാജ് കൊടുക്കാൻ പാടുള്ളൂ. ഇന്ന് ഞാൻ കയ്യിൽ വെള്ളം എടുത്തതിന് ശേഷം പാക്കെല്ലാം ഒന്ന് നനച്ചു. അതിന് ശേഷം ഒരു ലൈറ്റ് മസാജ് 2 മിനിറ്റ് നമ്മൾ കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും താഴോട്ട് മസാജ് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു ലൈറ്റ് മസാജ് നമ്മൾ കൊടുക്കുമ്പോൾ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നെല്ലാം പീൽ ചെയ്ത് പോവും. അതേപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. സ്കിന്ന് നല്ല ഫ്രഷ് ആവുകയും ചെയ്യും. ഈ പാക്ക് ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിട്ട് ഇതുപോലൊരു ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ആഴ്ചയിലുള്ള ടാനെല്ലാം മാറി സ്കിൻ നല്ല ഫെയർ ആകുകയും ഒരു ജലാംശം എപ്പോഴും നമ്മുടെ സ്കിന്നിൽ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് കാണാൻ കഴിയും ഫേസ് നല്ല ഫെയറായി, ടാനൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ഉള്ളതായി കാണാം. ഈ പാക്കിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാം വീട്ടിൽ ഉള്ള ഐറ്റംസ് മാത്രമായതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ എല്ലാം ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഒരു ശകലം സൺബാൻ വിത്ത് മോയ്സ്ചറൈസർ കയ്യിലെടുക്കുക. ഒരു ലൈറ്റ് മസാജും കൂടെ നമുക്ക് കൊടുത്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം. നമ്മൾ ഏത് പാക്ക് ഇട്ടാലും ലാസ്റ്റിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതേപോലെ എല്ലാവരും പുറത്തൊക്കെ പോയിട്ട് വന്നൊന്ന് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യുകയാണെങ്കിൽ സ്കിൻ എന്നും ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊരു ക്ലീനപ്പ് ചെയ്യുക. സ്കിൻ എന്നും ഗ്ലോ ഉള്ളതായിട്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ. ഓക്കേ.